സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചില ദിവസം നമുക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു മടി തോന്നുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 പപ്പടം പൊരിച്ചതോ ഒരു മുട്ട ഓംലെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഈ കറി ചോറിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റവും ബെസ്റ്റ് കഴിക്കാൻ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഇതിനായിട്ട് 2 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. കഴുകി ക്ലീനാക്കി എടുത്ത ഉരുളക്കിഴങ്ങ് 2ആയിട്ട് മുറിച്ച് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞെടുത്ത പൊട്ടറ്റോ കത്തികൊണ്ട് ഇതുപോലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾക്കെല്ലാം അരിഞ്ഞെടുക്കാം. പൊട്ടറ്റോ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടിയത് തൈരാണ്. കട്ടകൾ ഉടച്ച തൈര് വേണം എടുക്കാനായിട്ട്. മിക്സിയിലിട്ട് അടിക്കരുത്. ഇതുപോലൊരു സ്പൂണ് കൊണ്ട് ഉടച്ചെടുത്ത തൈരാണ് എടുക്കേണ്ടത്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പം തൈര് കുറച്ച് ലൂസായിട്ടിരിക്കും. ഈ കറിക്ക് കുറച്ച് കട്ടിയുള്ള തൈരാണ് ആവശ്യം. തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പില പൊടിയായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം സ്പൂണ് കൊണ്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ടി കുറഞ്ഞരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് സ്റ്റവിൽ ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവായില ഉണങ്ങിയത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം നല്ലതുപോലൊന്ന് മൂത്ത് വരും. ഇനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.